ഗുഡ് മോർണിംഗ്. ദിസ് സൈഡ് ഈ എനർജി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ കുറച്ച് കൂടുതൽ എനർജി ഉണ്ട്. എനിവേസ് ഐ റിയലി ലവ് ദാറ്റ്. ബട്ട് ദിസ് സൈഡ് ഇവർ നല്ല ഉറക്കെയാണ് ആ ഒരു സ്റ്റാർട്ട് നമുക്ക് തന്നത്. ദിസ് സൈഡ് can we hear a good morning once again? Good morning. Myself Janvi James welcoming all of you to this Magnus Institute of Technology presenting to you Magnus GEM 2025. നല്ലൊരു കൈയടി കേൾക്കാവോ? ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിൽ നീഡ് സംവൺ റിയലി സ്പെഷ്യൽ. നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേര് ഇവിടെ നമ്മുടെ കൂടെ സീറ്റിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ can I have on stage with all your permission, with all your love, can I have on stage the Chief Administrative Officer Mr. Fasil M, along with General Manager Ashik U, R&D Department Head Mr. Shahnid K, Operation Manager Shanto, Marketing Manager Mr. Adam, Franchisee Manager Mr. Shafi, Senior Manager Mr. Abhilash, Senior Manager Mr. Farzan, Social Media Manager Mr. Ramil, Head of Faculty Department Mr. Ganesh, and Branding Manager Harshad. So with lots of love, can I have on stage Head of R&D Department Mr. Shahnid K to officially welcome the gathering. Please sir, welcome. ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. സാധാരണ ഇങ്ങനെ ഒരു പോഡിയം എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാമായി മാറും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു മൈക്കാണ്. കാരണം നമ്മുടെ അക്ഷരാർത്ഥത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കടലിന് മുന്നിലാണ്. വെള്ളയും നീലയും കലർന്ന ഒരു കടലിന് മുന്നിൽ എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് എവരിവൺ. ഓക്കെ, എല്ലാവരും നമ്മുടെ കേരളത്തിന്റെ അങ്ങേ തലക്ക് നിന്ന് ഇങ്ങേ തലക്ക് വരെയുള്ള എല്ലാ സ്റ്റുഡൻസും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടതിൽ ഒന്നും കൂടി സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ ഓരോ വർഷവും നമ്മൾ നടത്താറുള്ള ഒരു പ്രോഗ്രാമാണ് മാഗ്നസിന്റെ ജെം എന്നുള്ള പ്രോഗ്രാം. നമുക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഗ്നസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനുള്ള ഒരു മീറ്റപ്പ് ആണ് നമ്മുടെ മാഗ്നസ് ജെം എന്നുള്ള ഇവൻറ്റ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ നമുക്ക് ഒരുപാട് സെഷൻസ് വരാറുണ്ട്, കോൺവെക്കേഷൻ സെറിമണി വരാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടെക് മീറ്റപ്പ് വരാറുണ്ട്, നമ്മുടെ R&Dയുടെ സെഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നത് നമ്മുടെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു WEC ഇവൻറ്റ്, വർക്ക്ഷോപ്പ് എക്സ്പോ കോമ്പറ്റീഷൻ എന്നുള്ള ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന മൊബൈലൈ ടീമിൻ്റെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ വർഷവും നമ്മൾ ജെം പ്രോഗ്രാം നടത്താറുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് നമുക്ക് എന്തുകൊണ്ട് അടുത്തൊരു പ്രോഗ്രാം നടത്തുന്നത് കേരളത്തിൽ മൊബൈലൈവിൻ്റെ കൂടെ നടത്തിക്കൂടാന്നുള്ള അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വലിയ വേദിയിൽ നമ്മുടെ ഈ ഒരു ജെമ്മിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള കുട്ടികളും ഈ ഒരു മാഗ്നസ് ജെം എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ടീം ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അല്ലേ? അപ്പോൾ എന്നാലും മാഗ്നസിനെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള പ്ലേസ്മെൻറ്റും നിങ്ങളുടെ ട്രെയിനിങ്ങും കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അപ്പോൾ അതിൽ നമ്മൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ്, എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. അപ്പോൾ നമ്മുടെ ഈ ഒരു വേദിയിലുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ എല്ലാവരും പേരെടുത്ത് തന്നെ പറയണം. നമ്മുടെ CEO ആയിട്ടുള്ള മാഗ്നസിൻ്റെ CEO ആയിട്ടുള്ള ഫാസിൽ സാറിനെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒഫീഷ്യലി ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാഗ്നസിൽ ഒരു സ്റ്റുഡൻ്റായി വന്ന് ഇന്ന് മാഗ്നസിൻ്റെ ജനറൽ മാനേജറായി നിൽക്കുന്ന ആഷിഖ് സാറിനെയും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒഫീഷ്യലി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ആദം സാറിനെയും ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ മാഗ്നസിൻ്റെ ഫ്രാഞ്ചൈസി മാനേജർ ആയിട്ടുള്ള ഷാഫി സാറിനെയും ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഷാൻഡോ സാർ, നമ്മുടെ HR അഡ്മിൻ ആയിട്ടുള്ള ഷാൻഡോ സാറിനെ ഒഫീഷ്യലി ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ നമ്മുടെ മാഗ്നസിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേഷനും വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള ഷബീബ് സാറിനെയും ഞാൻ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇത്രയും വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സത്യത്തിൽ എടുത്തു പറയേണ്ട ഒരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ബ്രാൻഡിങ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഹർഷാദ് സാറിനെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒഫീഷ്യലി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഫർസാൻ സാറിനെയും ഒഫീഷ്യലി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ടീമിൽ പാർട്ടായിട്ടുള്ള റമിൽ സാർ, നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന റമിൽ സാറിനെയും ഒഫീഷ്യലി ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇവരെ മെൻഷൻ ചെയ്യാതെ ഒരിക്കലും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒഫീഷ്യലി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വളരെ എടുത്തു പറയേണ്ടത്, ഈ ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായത് നമ്മുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ HODs, അതുപോലെ ഓരോ ബ്രാഞ്ചിലെയും മാനേജേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റീസ്, ഇവരില്ലാതെ ഇന്നത്തെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ മാഗ്നസ് ഇന്നത്തെ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഫാക്കൽറ്റീസിന് വളരെ വലിയൊരു കയ്യടിയും വേണം. അതുപോലെ എല്ലാവരെയും ഫാക്കൽറ്റീസിനെ എല്ലാവരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒഫീഷ്യലി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മാഗ്നസിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഞാൻ അനിയന്മാരായിട്ട് കൺസിഡർ ചെയ്യുന്ന എൻ്റെ സഹോദര തുല്യരായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒഫീഷ്യലി ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വന്ന സമയത്ത് തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഇപ്പോൾ കിട്ടിയതുകൊണ്ട് നിൽക്കാൻ പോകുന്നില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് കൈ നിറയെ ഗിഫ്റ്റ് കിട്ടിയോണ്ടേയിരിക്കും. നമുക്കിനി ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. ഓരോ സെഷനിലും നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് വരുന്നുണ്ട്. അതുപോലെ മാഗ്നസിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പോവുകയാണ്. അപ്പോൾ ഒരുപാട് സർപ്രൈസുകൾ നിറഞ്ഞിരുന്ന ഇവൻറ്റിലേക്ക് എല്ലാവരെയും ഒഫീഷ്യലി ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നേരുന്നു. ഷൈനി സാർ സൂചിപ്പിച്ച പോലെ വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിട്ടുള്ളത്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നുള്ള പകുതി കുട്ടികൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായി അത്ഭുതം തോന്നുന്നു. കാരണം ഈ ഹോൾ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോള് മതിയാകില്ലായിരുന്നു. അതായത് നമ്മുടെ മാഗ്നസിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓൾറെഡി മാഗ്നസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ മാഗ്നസിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി വിശ്വാസം അർപ്പിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. എങ്കിൽ കൂടിയിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ഏകദേശം 18 വർഷത്തോളമായി സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ എന്നുള്ള ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകളെ കരിയർ ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള സ്ഥാപനമാണ് മാഗ്നസ്. നിലവിൽ നമുക്ക് 13ഓളം ബ്രാഞ്ചുകളുണ്ട്. അതിൽ 11 കേരളത്തിലും, 1 മാർത്താണ്ഡം, പിന്നെ 1 മഹാരാഷ്ട്ര, നമുക്ക് നാഗ്പൂർ ബ്രാഞ്ച് വരുന്നുണ്ട്. ഈ ഒരു വർഷം നമ്മുടെ കൂടെ ഏകദേശം 2600ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ ഏകദേശം 1000ൻ്റെ അടുത്ത് മാത്രം കുട്ടികളെ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ പല കാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നമുക്കുള്ള ലിമിറ്റേഷൻസ് കൊണ്ടും ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ് റൂംസിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലികളിലും കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്യണം. വളരെ നല്ല മികച്ചൊരു സെക്ഷനായിരിക്കും, മികച്ചൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുക. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ മാഗ്നസ് ജെം 2024 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അത് ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും നമ്മളിതുപോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്ന കുട്ടികളും അവരുടെ പാരൻസും അതുപോലെ അവിടെ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ അന്ന് സിദ്ദീഖ് സാറും ഉണ്ടായിരുന്നു. ആക്ടർ സിദ്ദീഖ് സാറ് കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത ആ ഒരു പ്രോഗ്രാം ഈ വർഷവും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണമെന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന സമയത്താണ് മൊബിയ ലൈവ്. നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ കുറേ ആളുകൾക്ക് പരിചയം ഉണ്ടാവും. ഓൾറെഡി ടെക്നീഷ്യൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ടെക്നീഷ്യൻസുമാർക്കും ഗൈഡൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മയെ യുണീക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷനാണ് മൊബൈൽ ലൈവ് എന്ന് പറയുന്നത്.
ഏകദേശം ഇതുവരെ ഇന്ത്യയിൽ 4ഓളം സ്ഥലങ്ങളിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ടെക് മീറ്റപ്പുകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു ടെക് മീറ്റപ്പ് നടത്തണമെന്നുള്ളൊരു ആവശ്യവുമായി അവർ വന്ന സമയത്ത് മാഗ്നസ് ഫാമിലിയിലെ മെമ്പർ എന്ന നിലക്ക് നിങ്ങൾക്കും എനിക്കും ഒരേപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവർ ആദ്യം അപ്രോച്ച് ചെയ്തത് മാഗ്നസിനെയാണ്. ആ സമയത്ത് നമ്മൾ ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ട് മാഗ്നസ്, കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേരളത്തിലുണ്ട്, പല ടെക് ഓണ്ടർപ്രണേഴ്സ് കേരളത്തിലുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് മാഗ്നസ് എന്ന് പറഞ്ഞ സമയത്ത് അതിനുള്ള ആൻസർ ആണ് ഇന്ന് ഈ ഫുള്ളായിട്ട് നിൽക്കുന്ന നമ്മുടെ ഹാള് എന്ന് പറയുന്നത്. അതായത് അത്രയും വലിയ ടെക്നിക്കൽ പൂള് ഇന്ന് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൊബിയ ലൈവ് പോലുള്ള ഒരു വലിയൊരു ഓർഗനൈസേഷൻ നമ്മുടെ കൂടെ അസോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടതും അതിനെ വളരെ സന്തോഷപൂർവ്വം ഇരു കൈ നീട്ടി നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞതും. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും കണ്ട് സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു ചടങ്ങിലേക്ക് പോവാം. എന്തായാലും അധികം നേരമൊന്നും എടുക്കില്ല, കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, വർക്ക്ഷോപ്സുകളുണ്ട്, പിന്നെ അതേപോലെ ഒരുപാട് സർപ്രൈസുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഷൈനിത് സാറ്. നിലവിൽ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് പലർക്കും സംശയാസ്പദമായി കാണുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഒരു സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ആവുക, അല്ലെങ്കിൽ എവിടെയാണ് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം. ഇതിന് വ്യക്തമായ കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ്. 2021 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ട ഒരു കണക്കുണ്ടായിരുന്നു 21-22 കാലഘട്ടത്തിൽ. അതായത് 750 കോടി ജനങ്ങളാണ് ലോകത്ത് മൊത്തം വസിക്കുന്നത്. അതായത് 750 കോടി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്ത് മൊത്തം ജീവിക്കുന്നുണ്ട്. അതിൽ 850 കോടിക്ക് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ WHO പുറത്തുവിട്ടുണ്ടായിരുന്ന കണക്ക്. അതിൽ തന്നെ 600 കോടിക്ക് മുകളിൽ സ്മാർട്ട് ഫോണാണ്. ബാക്കി ബേസിക് സെറ്റ് മുതൽ പല സെറ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, അതാണ്. പക്ഷേ ഇതിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് അതല്ല. 2029-30 കാലഘട്ടമാവുമ്പോഴേക്കും ഈ 750 കോടി എന്നുള്ള ജനസംഖ്യ 800 കോടിക്ക് മുകളിലേക്ക് വരുമെന്നും ഇപ്പോൾ 800 കോടി മുകളിലേക്ക് മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾ എന്നത് 1200 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നാണ് WHO അവരുടെ ഒരു വീക്ഷണം അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റഡി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് 3-ൽ ഒരാൾ 2 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വിദൂരമല്ല എന്നാണ് അർത്ഥം. അപ്പോൾ പല പേരൻസ് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെയോ സംശയം എന്ന് പറയുന്നത് ഇതിൻ്റെ സർവീസ് അല്ലെങ്കിൽ റീറ്റെയിൽ സെഗ്മെൻറ്റിൽ മാത്രമാണോ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒതുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിലല്ല. അതായത് റീറ്റെയിൽ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് മികച്ചൊരു അവസരം തന്നെയാണ്, അതായത് അതിൻ്റെ നമ്പർ 1 അവസരം തന്നെയാണ്. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന ഇതിൻ്റെ മറ്റൊരു വശങ്ങളുണ്ട്, അവസരത്തിൻ്റെ മറ്റൊരു വശങ്ങൾ. അതായത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്സ്കോൺ, വിസ്ട്രോൺ, ടാറ്റ ഇലക്ട്രോണിക്സ്, CTDI പോലുള്ള പല മൾട്ടിനാഷണൽ കമ്പനീസ് മൊബൈൽ ഫോണിൻ്റെ അസംബിളിങ്, അതുപോലെ തന്നെ അതിൻ്റെ റിപ്പയറിങ്, QC, പ്രൊഡക്ഷൻ പോലുള്ള പല പ്ലാന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വാക്കൻസികളാണ് അവിടെ ഉള്ളത്. ഇനി അത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മൊബൈൽ ഗോ, ഒക്ടാനിയ ഇതുപോലുള്ള റീഫർബിഷിംഗ് MNCകളും നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ലാക്സ് ഓഫ് വാക്കൻസീസ് ആണ്. അത്രയും വാക്കൻസീസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് കുട്ടികൾ നിലവിൽ MNCസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു മറ്റൊരു ഓപ്പർച്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു റീറ്റെയിൽ സെഗ്മെൻറ്റ്സുകളുണ്ട്, നമുക്ക് അവിടെ സർവീസ് എഞ്ചിനീയറായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് നമ്പർ 1 ഓപ്പർച്യൂണിറ്റിയാണ്, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ MNCകളുണ്ട്, റീഫർബിഷിംഗ് സെൻറ്ററുകളുണ്ട്. ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജോലി മാത്രമാണോ ഇതിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അല്ല, സത്യത്തിലല്ല, ജോലി മാത്രമല്ല. ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ബിസിനസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ഹൗസുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സ്ക്രാപ്സ്, ഇനി അതല്ല
ഇതുമായി ബന്ധപ്പെട്ടുള്ള ടൂൾസ്, കൺസ്യൂമബിൾസ്, ആക്സസറീസ്, പ്രൊഡക്ട്സ്, ഇതിൻ്റെ സെയില് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ എന്ന് പറയുന്നതിൽ അതിൽ ഏകദേശം 50ഓളം വാക്കൻസികൾ കൊടുത്തിട്ടുള്ളത്, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ 14 ജില്ലകളിലും സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിൽ 50ഓളം വരുന്ന വാക്കൻസികൾ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ എഞ്ചിനീയർമാർക്കുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു മേഖലയുടെ മറുവശമാണ്. അതായത് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും പീക്ക് ലെവൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ ലോകം ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കും. തീർച്ചയായിട്ടും നിങ്ങളും ഇതിനെ മനസ്സിലാക്കണം, നിങ്ങളും ഇതിനെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾക്കത് അറിവ് പകർന്നു തരാൻ പറ്റിയ ആളുകളും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് 100% പറയാം, മാഗ്നസ് നിങ്ങളെ കൂടെയുള്ളത് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പകർന്നു തരാനും ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നിങ്ങളുള്ളത് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വവും അഭിമാനത്തോടു കൂടിയും പറയാൻ കഴിയും. ഇനി നമുക്ക് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യത്തിലേക്ക് കടക്കാം. അതായത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന് ഇനാഗുറേഷൻ ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്നാണ് പറയാം. കാരണം ഇതിൻ്റെ പിന്നിൽ എടുത്തിട്ടുള്ള എഫേർട്സ്, കോർഡിനേഷൻസ്, ടീം വർക്ക്, എസ്പെഷ്യലി ഇവിടുത്തെ അധ്യാപകർ, HODമാർ, HOFമാർ, നിങ്ങളിതുപോലെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ, അതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ളതിലുള്ള എഫേർട്സ്, ടീം എടുത്തിട്ടുള്ള എഫേർട്ട്, ഇവർ തന്നെയാണ് ഇതിനുള്ള റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ. പക്ഷേ ചടങ്ങിൽ ഒരാൾ ഇത് ഇനാഗുറേഷൻ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഇവരുടെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുമതിയോട് കൂടിയിട്ടും ഈ ഒരു ടീമിൻ്റെ അനുമതിയോട് കൂടിയിട്ടും ഈ ഒരു പ്രോഗ്രാമിനെ ഒഫീഷ്യലായി ഇനാഗുറേഷൻ ചെയ്തതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവസരങ്ങൾ അറിഞ്ഞ് നിങ്ങൾ പഠിക്കുക, അവസരങ്ങൾ അറിയുന്നവരുടെ കൂടെ നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ എവരിവൺ, നമ്മൾ പറഞ്ഞിട്ടില്ല ആ ഒരു ബിഗ്ഗസ്റ്റ് സർപ്രൈസ്, അതായത് ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ മാഗ്നസിലെ സ്റ്റുഡൻസിന്, അത് ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിനും ഇതുവരെ പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും, ഈവൻ അതേഴ്സിനും, അത് പുറത്തുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന, ഇത് നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന മാഗ്നസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ അടുത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാഡം ഓൾറെഡി അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാഗ്നസിൻ്റെ തന്നെ CEO ആയിട്ടുള്ള ഫാസിൽ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാഗ്നസിൻ്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ആഷിഖ് സാറിനെയും ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മുടെ വേദിയിലുള്ള എല്ലാ ഒഫീഷ്യൽസിനെയും ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അലിസാർ, MD അലിസാർ, ടെക് എൻ്റർപ്രണർ ആയിട്ടുള്ള വളരെ വേൾഡ് റിനോൺഡ് ആയിട്ടുള്ള MD അലിസാറിനെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സർ വെൽക്കം, പ്ലീസ് അലിസാർ. ഫാക്കൽറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിട്ടുള്ള ഗണേഷ് സാറിനെയും കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഗണേഷ് സാർ, ആക്ച്വലി ഗണേഷ് സാറിനെ ചിലപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല, കാരണം എല്ലാ ഈ ഇവന്റ് മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ വളണ്ടിയേഴ്സിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഗണേഷ് സാറാണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ താഴെ ബിസി ആയിരിക്കും സാർ, ഒന്ന് സാറിനെ വിളിക്കണം. ഗണേഷ് സാറിനെ കൂടി ക്ഷണിക്കണം. നമുക്ക് എല്ലാവരും സ്റ്റേജിലേക്ക് വരാം. നമ്മുടെ എല്ലാ ഒഫീഷ്യൽസിനെയും ഇൻക്ലൂഡിങ് അലി സാർ ഞാൻ ഈ ഒരു ലോഞ്ചിങ് സെറിമണിയിലേക്ക്, നമ്മുടെ ഈ ഒരു ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. സോ നമുക്ക് ലോഞ്ച് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? എനർജിയില്ലേ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, സോ we can start from 5 then. Okay, നമുക്കൊരു കൗണ്ട് ഡൗൺ ചെയ്യാം. 5 മുതൽ എണ്ണണം. നിങ്ങൾ 0 എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും. റെഡിയാണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 5 4 3 എല്ലാവരും go.
we are actually celebrating 5 years of R&D and its effort and support to Magnus Institute. അപ്പോൾ അതിനായി R&D ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സംസാരിക്കാനായി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് അടുത്തത് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ക്യാൻ ഐ ഹാവ് ഓൺ സ്റ്റേജ് ആഷിഖ് യു, ജനറൽ മാനേജർ. പ്ലീസ് നല്ലൊരു കൈഡി കൊടുക്കാം എവറിബഡി ടുഗെദർ. ആൻഡ് സർ, ആഷിഖ് സാർ ആണോ നേരത്തെ വെൽക്കം സ്പീച്ചിൽ പറഞ്ഞിരുന്നു സ്റ്റുഡൻ്റ് ആയി വന്ന് പിന്നെ ജനറൽ മാനേജറായി വന്നു. സോ ഐ വുഡ് ലവ് ടു നോ ദാറ്റ് സ്റ്റോറി ആസ് വെൽ ഇഫ് യു ഡോണ്ട് മൈൻഡ്. സോ ഓവർ ടു യു സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഇതിന് മുകളിൽ കാണുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് അൺഒഫീഷ്യലായിട്ട് പറയാം, നമ്മുടെ ട്രെയിനേഴ്സ് ഫാക്കൽറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മുന്നിലേക്ക് വന്ന് നിൽക്കണമെന്ന് ഗണേഷ് സാർ ഒന്ന് ഇൻഫോം ചെയ്യും. ടെക്നിക്കൽ ഫാക്കൽറ്റീസ് നമ്മളെല്ലാവരുടെയും ഈ സ്റ്റുഡൻസിൻ്റെ അധ്യാപകരെല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് വരണം. ഒഫീഷ്യൽ ഡ്യൂട്ടി അത്യാവശ്യം അസൈൻ ചെയ്യാത്ത ആളുകളല്ല, അത്യാവശ്യം അവിടെ ഡ്യൂട്ടി അസൈൻ ചെയ്യാത്ത എല്ലാ ടെക്നിക്കൽ ട്രെയിനേഴ്സും ഒന്ന് ഫ്രണ്ടിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫാക്കൽറ്റീസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ആങ്കർ സംസാരിച്ചതുപോലെ R&D 5 years ജേണി എന്ന് പറയുമ്പോൾ R&Dൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് 18 വർഷം മുമ്പ് മാഗ്നസിനെ ഈ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി എഫേർട്ട് എടുത്ത ഒരു വൻ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു R&Dയിലേക്കുള്ള ഈ 5 year ജേണി എന്നുള്ള R&Dയിലേക്കുള്ള പാത തുടങ്ങുന്നത്. കാരണം R&D തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു R&D എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി ഇനി ഇത് ആവശ്യമാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ടെക്നിക്കൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു വിഷനിലേക്ക് കടന്നിട്ടുള്ളത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ ട്രെയിനേഴ്സിനെ ഞാൻ എങ്ങനെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് എന്തിലേറെ അറിയാം എത്രത്തോളം എഫേർട്ടുകളാണ് ഓരോരുത്തരും എടുക്കുന്നത് എന്നുള്ളത്. മാഗ്നസിൻ്റെ വിജയത്തിലും അത് വലിയൊരു ഘടകമായിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവും ഇല്ല. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ക്ലാസ് ടൈം കഴിഞ്ഞതിന് ശേഷം ഹോസ്റ്റലിൽ പോയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന അധ്യാപകനെ ഞാൻ മാഗ്നസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ മെഡിക്കൽ ലീവിൽ പോയിട്ടുള്ള സ്റ്റുഡൻസിന് ആരുടെയും പെർമിഷൻ എടുക്കാതെ ഓൺലൈൻ ക്ലാസ് സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്തു കൊടുക്കുന്ന ഫാക്കൽറ്റിനെ ഞാൻ മാഗ്നസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓരോ സമയത്തും അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി രാത്രിയിൽ ക്ലാസ് അറേഞ്ച് ചെയ്യുന്ന ഫാക്കൽറ്റീസിനെ ഞാൻ മാഗ്നസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടി അതുപോലെ തന്നെ അതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു ഹാള് 9 മണിക്ക് ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സ്റ്റുഡൻസിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക എന്നത് പറയുന്നത് വലിയൊരു ചലഞ്ചിങ് ആണ്. ആ ചലഞ്ചിങ്ങിനെ ഏറ്റെടുത്ത് ഏറ്റവും വലിയ വൃത്തിക്ക് ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസി ഉള്ള ആളുകളാണ് നമ്മുടെ ഫാക്കൽറ്റീസ് എന്നതിനുള്ള ഉദാഹരണമാണ്. ഏറ്റവും വലിയ ലീഡേഴ്സ് ആണെന്നുള്ളതിന് ഉദാഹരണമാണ്. കറക്റ്റ് ഷാർപ്പ് ടൈമിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 90% മുകളിൽ സ്റ്റുഡൻസിനെ ഈ ഒരു ഹാളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും നമ്മളെ ടെക്നിക്കൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയൊരു വിജയം തന്നെയാണ്. ആ ഒരു വിജയം തന്നെയാണ് മാഗ്നസിന്റെ 18 വർഷങ്ങളായിട്ട് മാഗ്നസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പൊ എസ്പെഷ്യലി ഞാൻ കുറച്ച് പോയിന്റുകൾ പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ അധ്യാപകരും ഫാക്കൽറ്റീസും പുറത്ത് ഈ സ്ഥാപനങ്ങളിൽ ഇല്ല എന്നല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച സമയങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു കുട്ടിയെ മനസ്സിലാക്കി അവന് എന്ത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കി അവന് മനസ്സിലാവുന്ന രീതിയിൽ അവന് മനസ്സിലാവുന്നത് വരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരെ വേറെ എവിടെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അത് കണ്ടതും അനുഭവിച്ചതും അതിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്നതും ഞാൻ മാഗ്നസിലൂടെയാണ്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ ഇതിലൂടെ തന്നെ R&Dയിലേക്ക് കടക്കാം. R&Dയിലേക്ക് കടക്കേണ്ട വഴി എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കൽ ടീമിലൂടെയാണ് R&Dയിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു സീക്വൻസിലൂടെ തന്നെ സംസാരിക്കുന്നത്. ഇപ്പോൾ ക്വാളിറ്റി
നമ്മൾ R&Dയുടെ മെയിൻ ഉദ്ദേശം, R&D എന്ന് പറഞ്ഞിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് രൂപം കൊടുക്കാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ്. എന്തിന് മാഗ്നസിന് ഒരു പാരലൽ സിസ്റ്റം സ്റ്റുഡൻസ് ക്വാളിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഇരിക്കുന്ന ഓരോ കുട്ടിയും മാഗ്നസിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവരുടെ പാരൻസിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മാഗ്നസ് ജോയിൻ ചെയ്ത അന്ന് മുതൽ 20ാമത്തെ മാസം 21ാമത്തെ മാസം മിനിമം 20,000-ന് മുകളിൽ സാലറി അവർ വാങ്ങും എന്നുള്ളത് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം മാഗ്നസ് മാനേജ്മെന്റിന്റെ അടുത്തുണ്ട്. ആ ഉത്തരവാദിത്തം മാഗ്നസ് മാനേജ്മെന്റിന്റെ അടുത്ത് ഉണ്ടാവുമ്പോൾ ഓരോ കുട്ടിക്കും ഓരോ ദിവസം ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണെന്നും, ഓരോ ആഴ്ചയിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണെന്നും, ഓരോ മാസത്തിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണെന്നും കറക്റ്റ് മെഷർ ചെയ്ത് അതിലേക്ക് അവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള റിക്കവറി പ്ലാന്, ആക്ഷൻ പ്ലാന്, ഇതുപോലെയുള്ള എല്ലാ ഇംപ്ലിമെന്റേഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയെ റിക്കവർ ചെയ്തെടുത്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ മാഗ്നസിനെ സംബന്ധിച്ച് 100% ജോലി കൊടുക്കുമെന്ന വെറും വാക്കിനപ്പുറം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് അവരുടെ ക്വാളിറ്റി ഓരോ ദിവസവും കുറയുന്നില്ല എന്ന് ഉറപ്പാക്കൽ മാഗ്നസിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ നിർബന്ധിത ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് R&D ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. R&D ഡിപ്പാർട്ട്മെന്റ് മാഗ്നസിൽ ലോഞ്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് 21ാമത്തെ മാസം 20,000-ന് മുകളിൽ സാലറി കിട്ടുമെന്ന് ഉറപ്പ് കൊടുക്കുന്ന സ്റ്റുഡൻസിന് അത് കിട്ടുന്നുണ്ട് എന്നും, അതിലേക്ക് അവർ എത്തണമെങ്കിൽ ഓരോ പീരിയഡിക്കലി അവർക്ക് വരേണ്ട ബെനിഫിറ്റുകളും അവർക്ക് വരേണ്ട ഗ്രോത്തുകളും അവരുടെ പൊട്ടൻഷ്യലും അവരുടെ സ്കില്ലും വർദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. R&D ഡിപ്പാർട്ട്മെന്റിലുള്ള മെയിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് QC. പീരിയോഡിക്കലി നമ്മളെ ഓരോ ബ്രാഞ്ചുകളിലും വന്നിട്ട് അവർ QC ചെക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഫാക്കൽറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്, അതാത് ഡയറക്ഷൻസും അതാത് മിസ്റ്റേക്കുകളും ആ കുട്ടിക്ക് സ്പെഷ്യലി വന്നിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടു കൂടി മാത്രം ആ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. R&D ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷനും കൂടെ സ്വീകരിച്ചിട്ട് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അഡീഷണൽ എഫേർട്ട് എടുത്തിട്ട് ആ കുട്ടീനെ റിക്കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 21,000 സാലറി എന്നുള്ളത് 40ഉം 50ഉം സ്റ്റാർട്ടിങ്ങിൽ സാലറി വാങ്ങുന്ന സ്റ്റുഡൻസ് ആയിട്ട് മാഗ്നസിന് ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു R&D ഡിപ്പാർട്ട്മെന്റും ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു പ്രത്യേകത ഇന്ത്യയിൽ തന്നെ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിന് മാത്രം ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയൊരു ഗ്യാങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫാക്കൽറ്റീസ് ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മളെ ഫാക്കൽറ്റീസ് നമ്മളെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. അപ്പോൾ ഇത്രയും വലിയൊരു ടെക്നിക്കൽ ട്രെയിനിങ് ടീം, R&D പ്ലസ് ടെക്നിക്കൽ ട്രെയിനിങ് ടീം അടക്കമുള്ള ഈ ഒരു ടീമിനെ വെച്ചിട്ടാണ് മാഗ്നസ് ഈ ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ 5000 സ്റ്റുഡൻസ് ആണ് മാഗ്നസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 5000 സ്റ്റുഡൻസിന് 21,000-ന് മുകളിൽ ജോലി ഉറപ്പ് നൽകുന്ന മാഗ്നസിന് 10,000 സ്റ്റുഡൻസ് വന്നാലും 1,00,000 സ്റ്റുഡൻസ് വന്നാലും എഗ്രിമെന്റിൽ ജോലി കൊടുക്കുമെന്ന് എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് കൈവറക്കൂല. കാരണം ഇത്രയും വലിയൊരു ഫോഴ്സ് ടെക്നിക്കൽ ട്രെയിനേഴ്സ് നമ്മളെ പിന്നിലുണ്ട്. അത് നമ്മളെ കുട്ടികൾ നേരിട്ട് ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ മാഗ്നസിന്റെ R&D ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു അഡീഷണൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് ഒരു അഡിക്ഷൻ ആക്കി മാറ്റിയിട്ടുള്ള ഒരു അഡിക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മളെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിനെ വളരെ ഹൃദ്യമായി ഞാൻ വളരെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചതിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ R&D ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളും ഈ കൊടുത്തിട്ടുള്ള കമ്പനി കൊടുത്തിട്ടുള്ള കമ്മിറ്റ്മെന്റുകളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നും അത് നമുക്ക് 21ാമത്തെ മാസം ആവുമ്പോൾ ഈ കുട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തം പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. ഒരു ബ്രാഞ്ചിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള നമ്മളെ എല്ലാ ബ്രാഞ്ചുകളിലും അവർ നിരന്തരം ഓടി നടന്ന് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാർട്ട് വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽ R&D ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ R&D ഡിപ്പാർട്ട്മെന്റിന് നന്ദി അറിയിക്കുന്നത്. നീട്ടി സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി എൻഷുർ ചെയ്യുക, റീഡയറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് R&Dന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ടെക്നിക്കൽ റിസർച്ചുകൾ ഈ സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ സാലറിയിൽ പ്ലേസ്മെന്റ് ആക്കാൻ ഈ സമയത്ത് നമ്മളെ ഫീൽഡ് എന്താണോ വന്നിട്ടുള്ളത് ടെക്നിക്കൽ റിസർച്ച് ചെയ്തിട്ട് അത് എവിടെയാണോ എത്തിയിട്ടുള്ളത്, നമ്മളെ ചൈന വരെ നമുക്ക് മാഗ്നസിന് ഓഫീസുകളുണ്ട്. മാഗ്നസിന്റെ R&D ഡിപ്പാർട്ട്മെന്റിന് ചൈന വരെയുള്ള ഓഫീസുകൾ കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്നിക്കൽ റിസർച്ചുകൾ നമ്മളെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അതും നമ്മളെ മാഗ്നസിന്റെ R&D ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എത്രാമത്തെ മാസം മുതൽ അവന് പ്ലേസ്മെന്റ് കൊടുക്കേണ്ടി വരും എന്നുള്ള കറക്റ്റ് ഫോർകാസ്റ്റിംഗോട് കൂടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസ്മെന്റ് വിങ്ങും കൂടെ R&D ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകളിലുള്ള ഒന്നാണ്.
അതുപോലെ തന്നെ അതിനുശേഷമുള്ള ജോബ്, അബ്രോഡ് വേക്കൻസീസ്, ഇതുപോലെയുള്ള ഒരു കുട്ടി മാഗ്നസിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും കൂടുതൽ അവന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട്, അവന്റെ സ്കിൽ അനുസരിച്ചിട്ട് അവനക്ക് കിട്ടേണ്ട മാക്സിമം അവനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി പറഞ്ഞാൽ R&D ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ മാഗ്നസിൽ പഠിക്കുന്ന ഈ ഇരിക്കുന്ന സ്റ്റുഡൻസിനോട് വളരെ ആവേശത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന ഒരു കുട്ടിക്കും ഇനി നമ്മളെ മാഗ്നസിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും, നമ്മളെ 20 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇനി ഫീൽഡിൽ ഇറങ്ങാൻ പോകുന്ന ഏത് മൊബൈൽ ഫോണിനെ കുറിച്ച് പഠിക്കണമെങ്കിലും മാഗ്നസ് അഡീഷണൽ ഫീസ് അടക്കാതെ നിങ്ങൾക്ക് അവിടെ വന്ന് പഠിക്കാം. അത് മാഗ്നസ് നിങ്ങൾക്ക് തരുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്, അതൊരു ബോണസ് ആണ്. ഞാൻ പറയുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം ഇനി 10 വർഷങ്ങൾ കഴിഞ്ഞാൽ അപ്പൊ എന്ത് ഫോണാണോ നമ്മളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതുവരെ നിങ്ങൾക്ക് മാഗ്നസിൽ നിന്ന് എന്ത് ചെയ്യാം, ഇപ്പൊ പഠിച്ച് 20 മാസം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടിക്ക് മാഗ്നസിന്റെ R&D ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് എന്ത് ചെയ്യാം, അതാത് സമയങ്ങളിലുള്ള അപ്ഡേഷനുകളെ 0 കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാഗ്നസിന്റെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക. അതേപോലെ നമ്മൾ ടെക്നിക്കൽ ട്രെയിനേഴ്സിനെ ഞാനൊന്ന് ഫ്രണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലീസ്. ഏകദേശം നമുക്ക് 60ഓളം ടെക്നിക്കൽ ട്രെയിനേഴ്സ് ഉണ്ട്. സ്റ്റേജ് കയറാം. ഒന്ന് പെട്ടെന്ന് വരുമോ? വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരണം. ദെൻ നമ്മുടെ R&D ഡിപ്പാർട്ട്മെന്റ്, നമ്മളെ സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി ഉറപ്പാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന, നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന 2 ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് R&D ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് ഒന്ന് സ്റ്റേജിലേക്ക് കടന്നു വരിക. പറയണോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ടെക്നിക്കൽ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞതിലാൽ കൂടുതൽ അനുഭവിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. സാറ് പറഞ്ഞതിലപ്പുറം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാറുണ്ടെന്നും, സാറിനെ കുറിച്ചിട്ട് എനിക്ക് സാറ് പറഞ്ഞതിലേറെ ഇമോഷണലായിട്ട് കഥകൾ പറയാനുണ്ടെന്നും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ക്വാളിറ്റി ഉറപ്പാക്കാനും നമ്മുടെ ജോലി ഉറപ്പാക്കുന്നത് വരെ നമ്മളെ ഫോളോ ചെയ്തിട്ട് നമ്മളെ അതാത് സമയങ്ങളിൽ നമുക്ക് വരേണ്ട എബിലിറ്റി എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട R&D ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന നമ്മുടെ വിങ്ങുകളിലെ ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇപ്പോൾ സ്റ്റേജിലുള്ളത്, ചെറിയൊരു പാർട്ട് മാത്രം. ഓൾ കേരള ഇതിൻ്റെ ഡബിൾ ഇനിയും നമ്മളെ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാഫുകൾക്ക് ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ടിട്ടുണ്ട്, നമ്മളെ സ്റ്റുഡൻസ് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മളെ ഫാക്കൽറ്റീസിൻ്റെയും ഈ ഒരു ടോട്ടൽ ടെക്നിക്കൽ ടീമിൻ്റെ എഫേർട്ടുകളെ എല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ സ്റ്റുഡൻസ് എല്ലാവരും ഈ ഒരു അധ്യാപകർക്ക് മുമ്പിൽ ഒന്ന് ജസ്റ്റ് എണീറ്റ് നിന്നിട്ട് ഒരു സ്നേഹാദരം അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. എന്ത് കാര്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും എന്തൊരു കാര്യത്തെ ഇവിടെ ഇട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇത്ര എനർജിയോട് കൂടിയിട്ടും ഇത്ര ഇൻട്രസ്റ്റോട് കൂടിയിട്ടും നിങ്ങളെ തന്നെ ഇമോഷണലോട് കൂടിയിട്ട് എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ എണീറ്റ് നിൽക്കൂ എന്നും ഇവർക്ക് മുമ്പിൽ മാത്രമേ നിങ്ങൾ കീഴടങ്ങൂ എന്നും നമുക്കറിയാം. അപ്പോൾ ഈ നിൽക്കുന്ന ടെക്നിക്കൽ ടീമായിരിക്കും നമ്മളെ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറുകൾ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യുക. ഇവരും നമ്മളും നിങ്ങളും മാഗ്നസിന്റെ കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ എൻ്റെ R&D ഇൻട്രൊഡക്ഷൻ എന്നിട്ടുള്ള ഒരു പാർട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഒരു വീഡിയോ വിഷ്വലൈസേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, ഷാഹിദ് സാർ ഇതിനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് ഇന്ന് മാഗ്നസ് നമുക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിൾ
ഡിവൈസ് റിപ്പയർ ചെയ്യുന്നത് ACIT ആൻഡ് ACMP സർട്ടിഫിക്കേഷൻ ഉള്ള ഏരീസ് മൊബൈൽസ്, എയർ ടൂൾസ്, AZA, ഐഫോൺ അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടർ. മൊബൈൽ റിപ്പയർ പരിശീലന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച AN ടൂൾസ് എന്ന ടൂൾസ് ബ്രാൻഡ് സ്വന്തമായി റിസർച്ച് ചെയ്ത ഡയഗ്നോസിംഗ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഈസി ആക്കുന്നതിന് വേണ്ടി ഒരുപാട് ടൂൾസ് അദ്ദേഹം ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വി ആർ ഗോണ ഹാവ് someone really special in this amazing gathering of Magnus Gen 2025, and I should say a trainer of the trainers, an inspiration, a motivation and a visionary. So ladies and gentlemen, ladies and gentlemen, so I think my dear boys, can I have on stage MD Ali sir. So namukku nalloru kayadi kodukam, showing all our love and respect to this visionary, to this entrepreneur, to this young powerful man here with us. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അലിസാർ, MD അലിസാർ, ടെക് എന്റർപ്രണർ ആയിട്ടുള്ള വളരെ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള MD അലിസാറിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാം. സർ വെൽക്കം, പ്ലീസ് അലിസാർ. ಎಲ್ಲವಸ್ಕರು ನಮಸ್ಕಾರಂ. But I think the mic is not working well because I can't hear anything. Actually this has been done in Sunday. They all need to sleep. Where is your Josh? Can't listen anything. Where is the Josh? No, I need more crowd. I don't speak like in... Please. You know it is still very less. It's very less. I have made the people stand up on the chair in my previous seminar. I need more sound. Yeah, that's. This gave me energy to speak. Thank you so much. Thank you. You have been very energetic. Thank you so much. So, because having a lot of short time, I will quickly show you something about myself and about my product. So without wasting any time, let's very quickly do the slides. Okay, so this is my presentation where I have shared the case studies of MacBook, iPhones in China from past 6 years. I am sharing my case studies there. And last time, this was the crowd. So this was the crowd. And this is from 2024, May. That was 2023, 2029. I have missed many photos, and this is the last session. I shared a case studies, and you can see the case studies on my social media channels. Plus, very soon it will be uploaded on Magnus Forum. It was a surprise for him also, because he also don't know that I'll be sharing maximum of my case study on the Magnus Forum. So it's a surprise for him also. Yeah. So this is the footage from Thailand. I always try to represent India. And this is the time when I met Magnus in Hyderabad. And from there the relationship begins. So the next slide, please. So now I'll be talking about AM Tools, a brand which make tools for technicians. So our vision is to revolutionize the electronic repair with innovative tools that simplify the complex process. I hope many times tools are important, but
few tools are there which can make your work easy, the complex type. I recommend those. See, there are lots of tools available in market, lots and lots of brand. But the tool which make your work safe, easy, fast, I recommend whichever tool which has these 3 features, I recommend that tool. So my aim is to build a tools which can actually help you to make your complex work simple. So being in Kolkata, I have always listened this, Kerala sir, 100% literacy. Clap for yourself. Clap for yourself being a Kerala person. So coming back to my topic, this is the multimeter. It is a multimeter designed by team of Chinese persons, me, we together work on one device. General multimeter, you know, everything has been updated. Like the door lock has been fingerprint nowadays. But the multimeter we are still doing tick, 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 tick. We have not updated our multimeter. Everything is getting updated. So, first of all, this doesn't need battery. It can be work on Type-C USB cable. How many of you have got a trouble when your multimeter battery is down and you get inaccurate readings? Raise your hand who have faced these issues. Like few of them, because this is the problem which can really disturb you. So we have obsoleted the battery option. Even though it ran on battery, but you can use it on Type-C cable as well. Second feature is, the third feature actually is, it is fully touch functional. It is touch functional. You can put your boot animation, your name, your God's name, your shop name, whatever you want on the screen when it switch on. While switching on, you can put any of your animation video, like it can be your name, your photo, anything. Now, it can connect to computer and it has an application which can float on any of the drawing softwares. Suppose you are using Borneo or any other software, ZXW, JC, whatever. So what you do is, you look like this on a multimeter, microscope, you pick up your probe, you touching there, and then you looking at the computer. So this movement will be end when you can see the readings on the computer. So you need to look on the microscope and on the screen you can see the reading. How is this feature? Like the drawing software will be there, and on beside there is an application where you can see the reading and compare it quickly. Means, can you tell me by the sound that is this feature a useful feature for you of guys? I think this feature is not that much good because I didn't heard, means, you know, that sound was not light. You can see the readings on your computer beside your drawing software. It can float over your drawing application, any drawing application. It is not integrated with any software like Borneo or JC. It's not like that. You can use it with any application. Is it useful? All right. Now, when you make a GR value or ground resistance value, you need to write it down on a paper if you don't have the readings on any application like JC or Borneo. If you don't have those readings on the connector, it is very new model. Like suppose you get any of the device which is electronic, but not like you don't have schematic or you don't have the drawing softwares. So what you will do, you need to take down the readings from a OK motherboard and then you compare it with a faulty motherboard. Is that right? Do you diagnose in this way? Yes? You can actually save the reading in this multimeter. 128 readings can be saved in this multimeter. Like you measure it and it will be recorded. You measure the next one, it will be get recorded. So you can record up to 128 GR values in this multimeter. Is this feature useful? All right. So
Next, it will measure up to 24 volts, the DC. It can also connect your computer via Bluetooth. No need to connect it directly with a USB cable. It can be connected to your PC via Bluetooth. Next will be the most important, the GR value. It can beep while measuring the diode value. When you measure the diode value, it will beep according to the GR value. Hopefully, I'm connecting with you guys. Are you understanding the things? Are you understanding the things? So when you are measuring a GR, suppose the GR is 350. So the tone, the beep will be different. When you're measuring a GR, the reading is 450, the tone will be different. Again, you are measuring a GR which has 700, the tone will be different. So suppose you are measuring short near power IC of an Android phone, okay? So you are measuring one by one. Maybe you are measuring through beep or maybe measuring through GR. But different GR, different tone. This will make your work very fast. You are looking down, you are just touching and you are hearing different tone. And these tone can be customized. You can change the tone according to the GR and you can change it from the multimeter itself. No need to program it or do the coding things, nothing. It is all done inside. I have sent the sample to him back along. He used it. He told that it is really a game-changing device. I hope you guys also will like this. So this was all the features in a multimeter. I can't put, I was able to put all these things, but I was unable to put more things like rocket, AK-47 gun, because this is enough for a multimeter. Now I will share you my customers, and the review of my client who have brought this. The video I'm going to play is the review of the multimeter. We have sold more than 1,000 pieces, like more than 1,000 pieces. And these are a little view like from where our customers are coming and what are the review of the our clients are saying about the multimeters. Please play the video. रफीले मीटर की एक्यूरेसी, मीटर की स्पीड बहुत ही ज़बरदस्त है। और अगर आपका GR वैल्यू 8 से 150 के बीच का है तो एक अलग टोन बजेगा। Yes, I was expecting that. So anyways, thank you so much guys. Because I was having a less time, I didn't get a time to explain more about multimeter. If you want to know more about multimeter, you can follow my YouTube channel, my Facebook page, my Instagram page, and you can also visit stall number 21. Hopefully I will be there. If you want to follow me, click the picture. This is the sales team number. That's my Insta. That's Facebook. If you want to follow me, you can click the picture. And now, we and Magnus, means I and Magnus, we both together decided to distribute a gift for all the spectator, all the guest who has attended this session today. The worth of the gift is, I'll tell you, it is in lakhs. It is in lakhs. So if this has been done,
Please give me noise. I'll show you the next slide. If it is done, give me a sound. All right. So the gift we are distributing for all the spectator is worth almost somewhere. Any guess? It's in lakh. It's in lakhs. Any guess? Any guess? Huh? 2 lakhs. Somebody told me 2 lakh. No, it's more. 5? Almost nearly. Anyone else? No, not 4. More than 7. Exactly. Who was that guy? Give him a big round of applause for him. He told exactly in a loud sound, it's 7. The gift we are distributing for all the audience here is around 7 lakh rupees of worth. See, you will be getting all the drawing softwares, and it is a drawing software actually. And we have for all the guests here. So the special features of that drawing software is very unique. You may be using Borneo or Wuxing or any other application. It's not free for 1 month trial pack or 2 month or 3 month or 6 month. We are giving the new drawing software which is very useful. It has iPhone, MacBook, drone, car, Androids, all maximum Android devices, maximum electronic devices are there, the drawing software. So, we will be giving the software. Anyone have a guess which software I will be distributing? All right. So it's Landry drawing software. Anyone know about this software? Does anyone know about this software? No, it's very new. So we will be giving you a 1 year free drawing software for all the visitors here. And it's worth more than 7 lakh rupees. So, how you can collect this card? From where you will get this card? So to get this card, you need to come to stall number 21 and just get your card. That's all. We don't need to do anything else. You just come on stall number 21 and you will get the Landry drawing software card for free. On the back side of the card, the username password will be there. You just need to scratch it. There is a link also to download the software. You download the software, this kind of a screen will be opening. It's in English and Chinese both, not to worry. So you enter the login ID and password, which will be the username and the password. Now, if any problem happened, like if anyone having a trouble, they can contact the WhatsApp number, the screenshot just I told everyone to take. From that, if anyone having any problem in downloading or username password not working or any sort of help, support they want, they can contact us on Facebook or either on the WhatsApp. That was all about my session. അത് 3 മാസം 1 മാസം എന്നല്ല, അലി സാറ് ഡയറക്റ്റ് ചൈനയിൽ കണക്ഷൻ ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടും അതുപോലെ ഇവിടെ മൊബൈലിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, സോ നമുക്ക് വലിയൊരു കൈയടി കൂടി കൊടുത്തിട്ട് ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. You have been a great audience, great listener. Thank you so much, guys. I want to have a selfie with everyone. Can I have it now? Sure, definitely. So can everyone raise their hand when I take the selfie? Yeah, once again. Just a moment. Once again. Yes, please. Thank you so much, guys. You have been a great listener. Thank you so much. I wish you, everyone here, a great future, a successful future. Go out there, go on the field. In Hindi, I don't know how to say in Malayalam, but in Hindi we say, "Babal macha do, dhamaka kar do." He will explain what to say it in Malayalam. Like,
blast the thing outside. Go on the field and blast the thing. Like go on your, go out. I don't even know the Malayalam word for that. Maybe അടിച്ചുപൊളി. എല്ലാവരും അടിച്ചുപൊളിക്കുക. Maybe that's a word, sir. All right, guys. That was me, MD Ali from Kolkata. Thank you. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളം ആക്ടറാണ്, മലയാളം മൂവി ആക്ടറാണ്, ആളൊരു ഡയറക്ടറാണ്. എന്ത് പറ്റി? സാറുമാരെ ഇവിടെ നിന്ന് വിളിക്കണം. സാറുമാർ ഇവിടെ നിന്ന് പോയപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സിലൊക്കെ ബഹളം വെക്കുന്ന പോലെ ബഹളം വെച്ച് തുടങ്ങി. സാറുമാരെ വിളിക്കണം ഇനി. അപ്പൊ ആരായിരിക്കും അത്? ഡു യു ഹാവ് എനി ക്ലൂ ഹു ഈസ് ഗോണ ബി ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് മാഗ്നസ്? ഹി ഈസ് എ ഡയറക്ടർ, മലയാളം മൂവി ആക്ടർ, സിംഗർ ആണ്. ആരാണെന്ന് ഉറക്കെ പറയാമോ? ഈ സൈഡ് നല്ല സൗണ്ടിലായിരുന്നു. ആരാണ്? യെസ്. അപ്പോൾ ഐ തിങ്ക് ഓൾ ഓഫ് യു നോ ഹു ഈസ് ഗോണ ബി എ ബ്രാൻഡ് അംബാസഡർ. ബട്ട് ലെറ്റ്സ് look to the LED wall and let's see who is going to be the brand ambassador of Magnus Institute of Technology. Let's give it up. Everybody together for this wonderful actor, director, producer, lyricist and playback singer, screenplay writer. Yes, we have with us, and it's none other than Vineet Srinivasan. So, all right, my dear boys. We are moving on to the convocation ceremony of Magnus Institute, Magnus GEM 2025. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു കൺവോക്കേഷൻ നിങ്ങൾക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടൊരു അവാർഡിംഗ് ഓഫീസറെ നമ്മൾ ആദ്യം ഇൻവൈറ്റ് ചെയ്യും. സോ അവാർഡിംഗ് ഓഫീസർ വിൽ കം ഓൺ സ്റ്റേജ് ഫസ്റ്റ്. അതിനുശേഷം ഈ ഒരു സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഹൗ വി ആർ ഗോയിങ് ടു ഡു ദിസ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഐ വുഡ് ലവ് ടു ഹാവ് ഓൺ സ്റ്റേജ് മിസ്റ്റർ ഗണേഷ്. സോ മിസ്റ്റർ ഗണേഷ് സർ, പ്ലീസ് കം ഓൺ സ്റ്റേജ് and he will be the first awarding officer and inviting the first student, Mr. Shibin KF. Mr. Shibin KF. Yes, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ അവാർഡിംഗ് ഓഫീസേഴ്സ് എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അവാർഡിംഗ് ഓഫീസേഴ്സ് എവ്രി വൺ പ്ലീസ് കം ടുഗെദർ. ആൻഡ് ആദ്യമായി തന്നെ ഈ ഒരു അവാർഡ് ദ ഫസ്റ്റ് സെറ്റ് കൊടുക്കുന്നത് മിസ്റ്റർ ഗണേഷ് സർ ആണ്. So Ganesh sir, please. And the first student, Mr. Shibin. Yes, Shibin, it's your turn. Yes. So congratulations. Nallal kayadi award because you will be the one coming tomorrow. Next. Appo ini aduthaday the second one, Mr. Ashik sir will be handing it over to Akshay. Akshay, yes, please. Ashik sir. All right. Let's hear that. Very big round of applause. അടുത്തതായി I would love to have on stage Mr. Fasil. Fasil sir ആണ് അടുത്ത ഒരു convocation ceremony ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. Fasil sir will be handing it over to Amal Raj. All right, the fourth one, Adam sir will be handing it over. So welcoming Adam sir. Adam sir will be handing it over to Mohammad Ibrahim Al-Fatah. Mohammad Ibrahim Al-Fatah, please. So നമ്മൾ പേര് വിളിക്കുന്ന സ്റ്റുഡൻസ് ഭയങ്കര പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് കടന്നു വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. And next, requesting Adam sir തന്നെയാണ് അടുത്ത ഒരു Sijin S. Santosh. Adam sir will be handing it over to Sijin S. Santosh. Yes. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റുഡന്റ് വരുന്ന സമയത്തും let's give it up for them because it's their hard work. And next, Mr. Fasil sir. Fasil sir will be giving it to Suraj KS.
അടുത്തത് മിസ്റ്റർ അർജുൻ കെ. അർജുൻ കെ പ്ലീസ് കം ഓൺ സ്റ്റേജ്. ആൻഡ് അർജുന ഈ ഒരു ടോക്കൺ ഓഫ് ലവ് നമ്മൾ സമ്മാനിക്കുന്നത് മിസ്റ്റർ ഫർസാൻ. ഫർസാൻ സർ പ്ലീസ് ഹാൻഡ് ഇറ്റ് ഓവർ ടു അർജുൻ കെ. നെക്സ്റ്റ് can I have on stage അതുൽ സോമൻ. കൺഗ്രാറ്റുലേഷൻസ്. അതുൽ സോമന് ഈ ഒരു കൺവൊക്കേഷൻ ഇവിടെ നടത്തുന്നത് മിസ്റ്റർ ഷാഫി ആണ്. സോ ഷാഫി സർ പ്ലീസ് ഹാൻഡ് ഇറ്റ് ഓവർ ടു അതുൽ സോമൻ. Next, can I have on stage Mr. Firoz Yusuf? Congratulations and all the best to your future endeavors. And Firoz Yusuf ne awarding officer is Mr. Shanto. So Shanto sir, please hand it over to Firoz Yusuf. Next, can I have on stage Danesh D? Next, Mr. Abhijit Lalan. Abhijit Lalan. അഭിജിത്തിന് ഈ ഒരു അവാർഡ് is handed over by Mr. Ganesh. Ganesh sir ആണ് അഭിജിത്തിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. So welcoming Ganesh sir. All right, as we are coming to an end to this convocation ceremony, we have one more person. I can see a very smiling face right in front of me. So can I have on stage Mr. Vimal Sudarshanan? ആൻഡ് വിമൽ സുദർശന് ഈ ഒരു അവാർഡ് കൈമാറുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാഫി സർ ആണ്. സോ ഷാഫി സർ പ്ലീസ് ഹാൻഡ് ഇറ്റ് ഓവർ ടു മിസ്റ്റർ വിമൽ സുദർശനൻ. So that's it. As we are coming to an end to this convocation ceremony, Magnus Gem 2025. ഇനി നമുക്ക് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം. Everybody together because you are all winners. You really deserve it. അപ്പോൾ എല്ലാവരും ചേർന്ന് all those who have received the certificates, please come forward. Let's take a picture. Let's cherish this moment. So that's it. We have a really wonderful team of Magnus Gem 2025. So let's give it up. നമുക്ക് എല്ലാവർക്കും ചേർന്ന് showing all our love and support because അടുത്ത വർഷം ഒരുപക്ഷെ നിങ്ങളായിരിക്കും ഇതുപോലെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. So it's for your effort, your grit, your hard work that we are celebrating here. നമുക്ക് എല്ലാവർക്കും boys, I want to see your energy. Everyone together നമുക്ക് ഇവർക്ക് വേണ്ടി നല്ലൊരു കൈയടി കൊടുത്താലോ? With all your love, all your support that you have for this wonderful people here on stage, and this is Magnus Institute of Technology celebrating Magnus Gem 2025. Yes, അപ്പോൾ ഇവിടെ ഓൺ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല ഒരുപക്ഷെ ഇവരെക്കാട്ടിലും കൂടുതൽ എനർജി എനിക്കിവിടെ ക്രൗഡ് ഓഡിയൻസിന്റെ ഭാഗത്താണ്. നമ്മുടെ ബോയ്സ്, യു ആർ റിയലി വെരി വെരി എനർജറ്റിക് ഐ ഷുഡ് സേ. സോ ദാറ്റ്സ് an end to the convocation ceremony. So once again, congratulations and all the very best to everyone who have received this, and the very best luck, all the best to your future endeavors as well. അത് മാത്രമല്ല ഇനി ഇവിടെ താഴെ ഇരിക്കുന്നവർക്കൊക്കെ in the coming years, in the next semesterslൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു convocation ceremonyയിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊള്ളുന്നു. So that's an end to the convocation ceremony. So everybody please get back to your respective seats. Thank you so much.